എല്ലാവരും സീറ്റിലേക്ക് കടന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവരും മുൻപിലെ സീറ്റിലേക്ക് ആദ്യമേ കയറിയിരിക്കുക. പുറകെ വരുന്നവർക്ക് സീറ്റ് ലഭിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. മുന്നിലേക്ക് കടന്നിരിക്കുക പ്ലീസ്. മേരി മാതാ കുടുംബ യൂണിറ്റിൻ്റെ 2025 വാർഷികാഘോഷത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോട് കൂടെ നമ്മുടെ വികാരി അച്ഛൻ ജോസ് പാറപ്പുറം അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ലിജൻ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സ് കറുകപ്പള്ളിയെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യൂണിറ്റ് പ്രസിഡന്റ് ആൻസി ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യൂണിറ്റ് സെക്രട്ടറി CJ ജോർജിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുസമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മരിച്ചവരെ ഓർക്കാം. പ്രത്യേകമായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടി നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമുക്ക് സീറ്റുകളിലിരിക്കാം. ഏതൊരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപും നമ്മുടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം. അനുദിനം ഞങ്ങളെ കാത്തു കൈക്കൊള്ളണേ, കനിവിന്നുറവേ പരമ്പൊരുളേ, കരുണാനിധിയേ കാരുണ്യവാരിധേ, കനിവിന്നുറവേ കൈതൊഴുന്നേ. സത്യവും ധർമ്മവും സ്നേഹവും ത്യാഗവും നിത്യവും ഞങ്ങളിൽ ചൊരിഞ്ഞിടണേ. സകലർക്കും നന്മകൾ വിതറിടട്ടെ. ആശ്രിതവത്സല കൃപ ചൊരിയൂ. കരുണാനിധിയേ കാരുണ്യവാരിധേ, കനിവിന്നുറവേ കൈതൊഴുന്നേ. താങ്ക് യു പ്രിൻസി ആൻഡ് ജോത്സ്ന. അടുത്തതായി സ്വാഗതമാണ്. അതിനായി കുടുംബനാഥൻ ബാബു ചിറയിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ തിരക്കിനിടയ്ക്ക് പലരും മർമ്മോഹൻ സാറിനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും വിട്ടുപോകും.
കൂടുമ്പോൾ ഇമ്പുമ്പോഴാണ് കുടുംബം. പല കുടുംബങ്ങൾ ഒത്തുചേരുമ്പോൾ കൂട്ടായ്മയാകുന്നു. മേരിമത കുടുംബ കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സുന്ദര സുദിനം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും ഇവിടെ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സർവശക്തനായ ദൈവത്തെ ക്ഷണിക്കുന്നു. ഈ സുദിനത്തിൽ ഈ കൂട്ടായ്മ വാർഷികയുടെ എൻ്റെ ഭവനത്തിൽ ഒത്തുചേരുവാൻ നല്ലൊരു ദീപബലി അർപ്പിക്കാനായി ദൈവം നൽകിയ വലിയ കരുതലിനെ സ്നേഹത്തിന് മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും അതിയായി സന്തോഷിക്കുന്നു. ഈ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബ യൂണിറ്റുകളുടെ ചെയർമാനും ഞങ്ങളുടെ വികാരിയുമായ ജോസഫ് പാറപ്പുറ അച്ഛനെ, ഞങ്ങളുടെ ആത്മീയ ഗുരുവുമായ ജോസഫ് അച്ഛനെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും യൂണിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. യേശു കാൽവരിയിൽ അർപ്പിച്ച ബലി ഇന്ന് എൻ്റെ ഭവനത്തിൽ ഭക്തിസാന്ദ്രവും മനസ്സിന് ശാന്തവുമാകുന്ന രീതിയിൽ അർപ്പിച്ച ഞങ്ങളുടെ ഇടവകാംഗമായ ലിജിൻ ചക്കനടച്ചനെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആൻസി ജോസഫിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ യൂണിറ്റുകളുടെയും മുഴുവൻ ചുക്കൻ പിടിക്കുന്ന നമ്മുടെ വൈസ് ചെയർമാനായ ജോസ് ചേട്ടൻ, അദ്ദേഹം പല യൂണിറ്റ് തുടങ്ങിയ വർഷം മുതൽ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടുമല്ലോ. ആദ്യമായിട്ടാണ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. യൂണിറ്റ് തുടങ്ങിയത് 30 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ ഇന്നുവരെയും മാറാത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ സ്ഥാനം മൂത്ത് വൈസ് ചെയർമാനായിരിക്കുകയാണ്. ചെയർമാനാകാൻ സാധ്യതയുണ്ടാവില്ല. അപ്പോൾ ജോസ് തന്നെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയുമായ പുലക്കാവിൽ ജെയ്സ് വേദിയിലില്ല. ജെയ്സ് പുറത്തുണ്ടെന്നാണ്. ജെയ്സ് നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളിക്ക് ഒത്തിരി സമയക്കുറവുണ്ട്. എങ്കിലും പള്ളിയുടെ കാര്യങ്ങൾക്കും കുടുംബ യൂണിറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. മിക്കവാറും വൈസ് ചെയർമാനാവും. അദ്ദേഹത്തെ ഇവിടെ സ്ഥലത്ത് ചെയ്തില്ല. എങ്കിലും കുർബാനയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെൻട്രൽ കമ്മിറ്റി ദീപബലിക്കായി ബലിവേദി തരികയും എല്ലാ കാര്യങ്ങളും എന്ന് നമ്മളൊപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിന് പ്രത്യേകം സ്വാഗതം. സിസ്റ്റർ വന്ന് ഒരുക്കി തന്നിട്ട് പോയി, വരില്ല എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഇന്നേ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് യൂണിറ്റിലെ ഭാരവാഹികൾക്കും ഞങ്ങളുടെ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ചെമ്പിൽ നിന്ന് ഞങ്ങളുടെ സഹോദരൻ വന്നിട്ടുണ്ട്. ചാത്തങ്കരി മീശ്വര ചേച്ചിമാരി ഏട്ടന്മാരി അങ്ങനെ ഞങ്ങളെല്ലാ ബന്ധുക്കളും വന്നിട്ടുണ്ട്. ഇനിയും വരാൻ സാധ്യതയുണ്ട്. വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അയൽവക്കക്കാർ, കൂട്ടുകാരി, മതാധ്യാപകർ, ഗായകസംഘം, കപ്പേർ ബിജു, ആൽത്താർ ബാലൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ് നല്ലൊരു വാർഷികാഘോഷം നടത്താൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ചുക്കാനം പിടിച്ച നമ്മുടെ അളിയൻ സെക്രട്ടറി ജോർജി ചാത്തങ്കരിയെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പേർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം നിർത്തുന്നു. സ്വാഗത പ്രസംഗത്തിന് നന്ദി. അടുത്തതായി റിപ്പോർട്ട് വായനയ്ക്കായി സെക്രട്ടറി CJ ജോർജിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയും കുടുംബ കൂട്ടായ്മയുടെ ചെയർമാനുമായ ജോസ് പാറപ്പുറമച്ച, ബഹുമാനപ്പെട്ട ലിജിൻ ചക്കനാടച്ച, പ്രിയ വൈസ് ചെയർമാൻ ജോസ് അലക്സ്, യൂണിറ്റ് പ്രസിഡന്റ് ആൻസി ജോസഫ്, മറ്റ് യൂണിറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേരിമാതാ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ. ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ നമുക്ക് കുടുംബവാർഷികത്തിനായി ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുഗ്രഹം നൽകിയത്. സ്നേഹപിതാവായ ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. മേരിമാതാ കുടുംബ യൂണിറ്റിൻ്റെ ഈ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 2024 മെയ് 25 ശ്രീ തോമസ് പാലത്തിങ്കലിൻ്റെ ഭവനത്തിൽ വച്ച്
2024-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് ആൻസി ജോസഫ്, വൈസ് പ്രസിഡന്റ് ബാബു ചിറയിൽ, സെക്രട്ടറി ജോർജ് ജോസഫ് ചത്തിങ്കേരിൽ, ജോയിൻറ്റ് സെക്രട്ടറി അനീഷ ജോബി മനത്താനത്ത്, ട്രഷറർ ജോൺ MV മറ്റത്തിമേലിൽ എന്നിവരെയാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മെരിമാതാ കുടുംബ യൂണിറ്റിനെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്കായി ജിബി തോമസ്, ടോണി പാലത്തിങ്കൽ, മിനി ആൻ്റണി, സീമ സബി എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തു. കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട ചെയർമാൻ ജോസ് അച്ഛനും വൈസ് ചെയർമാൻ ജോസ് അലക്സും ജനറൽ സെക്രട്ടറി ജെയ്സ് ജോണിനെയും കുടുംബാംഗങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി ബൈബിൾ ക്വിസ് നടത്തി നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മദറിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകളിലും ആത്മാർത്ഥമായി സഹകരിച്ച് ഞങ്ങൾക്ക് എപ്പോഴും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. 2024-25 കാലയളവിൽ 9 പൊതുയോഗങ്ങളും 10 കമ്മിറ്റി മീറ്റിങ്ങുകളും നടന്നു. ഈ മീറ്റിങ്ങുകൾക്ക് ആതിഥേയത്വം വഹിച്ച കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനയോടെ നന്ദി. ജൂൺ മാസത്തിൽ വിശുദ്ധ യോഹന്നാൻ മാന്താനയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേനയിലും തിരുനാളിലും എല്ലാ കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായി സഹകരിച്ചു. സെപ്റ്റംബർ മാസത്തെ മീറ്റിങ്ങിനോടനുബന്ധിച്ചുള്ള ഓണാഘോഷങ്ങളിൽ ഓണക്കളികളും ഓണപ്പാട്ടുകളും കായിക മത്സരങ്ങളും നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. യൂണിറ്റ് അംഗങ്ങൾ സമ്മാനിച്ച ഓണപ്പുടവകളും മറ്റ് സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി സമ്മാനിച്ചു. കുടുംബാംഗങ്ങളുടെ പായസവും മറ്റ് മധുര പലഹാരങ്ങളും ഓണാഘോഷങ്ങൾക്ക് നിറം പകർന്നു. ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കമായി ദേവാലയത്തിലെ ജപമാലയിലും സമാപന ജപമാല റാലിയിലും ജപമാല ഏറ്റു നടത്തുന്നതിലും അംഗങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു. കൂടാതെ യൂണിറ്റിൽ നടത്തിയ ജപമാലയിൽ എല്ലാ കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായി സഹകരിച്ചു. ജപമാലയ്ക്ക് നേതൃത്വം നൽകിയ കുടുംബാംഗങ്ങൾ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ലോഗോസ് ബൈബിൾ ക്വിസിൽ ധാരാളം അംഗങ്ങൾ പങ്കെടുക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ട്രോഫി നൽകുകയും ചെയ്യും. ഡിസംബർ 15 നടന്ന മീറ്റിങ്ങിൽ ക്രിസ്മസ് ആഘോഷിച്ചു. നല്ലൊരു ക്രിസ്മസ് സന്ദേശത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്രിസ്മസ് സമ്മാനങ്ങൾ പരസ്പരം കൈമാറി. ക്രിസ്മസ് കേക്കും സമ്മാനങ്ങളും ഭാഗ്യവാന്മാരെ തേടിയെത്തി. ക്രിസ്മസിന് ശേഷം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വേളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയെ സന്ദർശിച്ചു. ഏകദേശം 48 പേരോളം ഈ യാത്രയിൽ പങ്കെടുത്തു. നല്ലൊരു ആത്മീയ യാത്രയായി ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുവാനും മെരുമാതാ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചു. ജനുവരിയിൽ വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിന് എല്ലാവരും ഭക്തി പുരസ്സരം പങ്കുകൊള്ളുകയും ചെയ്തു. നൊവേനയും മറ്റും ഏറ്റുനടത്തുവാൻ അംഗങ്ങൾ മത്സരബുദ്ധിയോടെ പെരുമാറി. പ്രദക്ഷിണ വീതികളിൽ ദീപാലങ്കാരം നടത്തുവാനും ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിക്കുവാനും എല്ലാവരും സഹകരിച്ചു. ജിബി തോമസിൻ്റെ ഭവനത്തിൽ നിന്ന് സ്നേഹവിരുന്നോടെയാവും എല്ലാ വർഷവും അമ്പെഴുന്നള്ളിക്കൽ ആരംഭിക്കുക. അവസാന ദേവാലയത്തിൽ സമാപിക്കും. ഫെബ്രുവരിയിൽ നടന്ന സുവർണ രജത ജൂബിലി ആഘോഷങ്ങളിൽ എല്ലാവരും സഹകരിക്കുകയും അവരവരുടെ വിഹിതം ഏൽപ്പിക്കുകയും ചെയ്തു. മാർച്ച് മാസത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാളിലും യൂണിറ്റിൽ നടന്ന കുരിശിൻ്റെ വഴിയിലും ബ്രദർ ലാസറിൻ്റെ നോമ്പുകാല സന്ദേശത്തിൽ അംഗങ്ങൾ അകമഴിഞ്ഞ് സഹകരിക്കുകയും പീഡാനുഭവത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തെ പീഡാനുഭവ വാരത്തിലും മറ്റും അംഗങ്ങൾ ആത്മീയ ഉണർവോടെ പങ്കെടുത്തു. ദുഃഖവെളിയിലെ പരിഹാര പ്രദക്ഷിണവും അതിനുശേഷം നടന്ന ഗസ്സമേൻ മുതൽ ഗാഗുൽത്ത വരെ പ്രോഗ്രാമിലും ദുഃഖവെളിയെ കൂടുതൽ ചിന്തിപ്പിക്കുവാൻ പ്രേരകമാക്കി. മേരിമാതാ കുടുംബാംഗങ്ങൾ എല്ലാ കാര്യങ്ങളിലും മേരിമാതാ കുടുംബാംഗങ്ങൾ മുൻനിരയിലുണ്ടായിരുന്നു. അവസാനമായി ഈ കാലയളവിൽ നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞ് നിത്യതയിലേക്ക് കടന്നുപോയവരെ സ്മരിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജനത സമക്ഷം സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനായി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛനെയും ഒപ്പം വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഒരുമിച്ച് വിളക്കിനടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ലിജനച്ച, പ്രസിഡന്റ്, വൈസ് ചെയർമാൻ, സെക്രട്ടറി,
സ്റ്റേജിലെ വിശിഷ്ട വ്യക്തികളെ, കൈക്കാരൻ, നമ്മുടെ മറ്റൊരു യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. മേരിമാതാ യൂണിറ്റ് ഒരു അനുഗ്രഹിക്കപ്പെട്ട യൂണിറ്റാണ്. നമുക്കറിയാം, മാതാവിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായിട്ടുള്ളൊരു യൂണിറ്റ്. മൊത്തം മാതാവിന് ഇഷ്ടപ്പെട്ട കളർ നീലയാണ്. ഏറ്റവും നല്ല നീലയാണ് ഇന്നിവിടെ മുഴുവൻ അലങ്കാരം. നീലയിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഈ കസേരയ്ക്ക് ഇട്ടേക്കുന്ന കളർ. അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടായിരിക്കണം. അതിനകത്ത് ഇരിക്കാൻ ആൾ വേണം. അതുകൊണ്ട് പുറകിലിരിക്കുന്ന കുറച്ച് പേര് മുമ്പോട്ട് പോരുക, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ പിടിച്ചങ്ങോട്ട് ഇരുത്തുക. അപ്പം നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായിട്ട് ഇവിടെ ലഭിക്കുന്നൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ് നല്ല നല്ല പ്രവർത്തനം കഴിഞ്ഞാൽ ഉടനെ ഇവരൊരു യാത്രയാണ്. വേളാങ്കണ്ണിയോ ഗോവയോ ഇനി ഹോളി ലാൻഡാണോ എന്നറിയാൻ പാടില്ല അടുത്തത്. ഏതായാലും വളരെ ഭംഗിയായിട്ട് പോയി, ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ സുന്ദരമായിട്ട് ആ നേർച്ച കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നവരാണ്. അതിലേറ്റവും അഭിമാനിക്കാവുന്ന ഒരു യൂണിറ്റാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതാകണം. ചൂണ്ടിപ്പലക എന്ന് നമ്മൾ പറയാറുണ്ട്, വഴി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മുൻ പ്രസിഡൻറ്റ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ SSLC പാസ്സാകാത്ത ഒരാളായിരുന്നു. അദ്ദേഹം അവനെ പഠിപ്പിച്ച് മിടുക്കനാക്കി, കോളേജിലാക്കി, അവസാനം അവിടുത്തെ ലെക്ചററാക്കി. അപ്പോൾ അത്രമാത്രം പ്രോത്സാഹനം കൊടുത്തിട്ട് ഇയാൾക്ക് പഠിക്കാൻ കഴിവുണ്ട്. പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡ്രൈവർ ജോലിക്ക് ഇറങ്ങിയതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥത്തോട് സഹായിച്ചു. നല്ല ഒരു പുഷ് കിട്ടിയപ്പോൾ അദ്ദേഹം ഉയർന്ന പദവിയിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പം നമ്മുടെ ചുറ്റുപാട് ഇതുപോലെ പലരും ഉണ്ടാവും, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ഇച്ചിരി വീക്കായിരിക്കും. അവരെ സഹായിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റൂ. പലർ മടി കാണിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പക്ഷേ അവിടെയെല്ലാം ക്ഷീണമാണ്, മടിയാണെന്നൊക്കെ പറയും. ഒരു രാജാവിന് പോലും അങ്ങനെ ഉണ്ടായിരുന്നൊരു ക്ഷീണം. അദ്ദേഹം രാജ്യകാര്യങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യാതെയായി, ആൾക്കാരോട് വലിയ മമതയൊന്നുമില്ലാതെ, പ്രവർത്തനമൊന്നുമില്ലാതെ കുത്തിയിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തോ രോഗമാണെന്ന് കണ്ട് കൊട്ടാര വൈദ്യന്മാരൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ആർക്കും ആ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവസാനം ഒരു ഗുരു വന്നു, സന്യാസ ഗുരു. അദ്ദേഹം പറഞ്ഞു, രാജാവിനൊരു രോഗമുണ്ട്, അത് ഞാൻ മാറ്റിത്തരാം. അപ്പോൾ ആ രോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാജാവിന് സന്തോഷമായി. അത് കഴിഞ്ഞ് ആ രോഗം ഇയാൾ കണ്ടുപിടിച്ചു. അതിന് ചികിത്സ പറഞ്ഞത് നിർബന്ധമായിട്ടും അനുസരിക്കണം. കാരണം രാജാവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം. അത് കഴിഞ്ഞൊരു വ്യായാമമുണ്ട്. അത് രാവിലെ മാത്രമല്ല, ഒരു ദിവസം 50 പ്രാവശ്യമെങ്കിലും ഈ അമ്മിക്കല്ലെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ വലിയ കരിങ്കല്ല, അതെടുത്തുകൊണ്ട് വേണം എണീക്കാനും ഇരിക്കാനും. അങ്ങനെ ഒരു ദിവസം 50 പ്രാവശ്യം ഇത് എടുത്ത് പൊക്കുകയും ഇരുന്നും കഴിഞ്ഞപ്പോൾ നല്ല വ്യായാമമായി. പിന്നെ രാജാവിൻ്റെ ക്ഷീണമൊക്കെ മാറി, നല്ല എനർജിയായി. പിന്നെ അദ്ദേഹത്തിന് നല്ല ഉറക്കവും കിട്ടി, വ്യായാമമൊക്കെ ശരിയായപ്പോൾ. അപ്പോൾ അത് തന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും മടി കാണിച്ച് മാറി നിൽക്കാതെ നമ്മുടെ പ്രവർത്തനത്തിൽ ഉപകാരത്തിൽ പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാന്ത്രിക കല്ലിൻ്റെ കഴിവ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരിക. USA പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇലക്ഷന് നിന്ന അവസരത്തിൽ അതിൻ്റേതായ ടെക്നിക്കുകളൊക്കെ പുള്ളി പഠിച്ചു. കാരണം അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് മാസ്റ്റർ ജനറൽ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച് അവിടെയുള്ള എല്ലാവരുടെയും ഓമന പേര് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ പിന്നീട് ഓരോ വ്യക്തിയെയും ക്ഷണിക്കുമ്പോൾ അവരുടെ ആ വിളിപ്പേര് അല്ലെങ്കിൽ ഓമന പേര് പറഞ്ഞാണ് ക്ഷണിക്കുക. അപ്പം ഞങ്ങളെ ഇത്രമാത്രം അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും. ആ ഇലക്ഷനിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആ പേര്, ഓമനപ്പേരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമായി. നമുക്ക് നമ്മുടെ വീട്ടിലുമൊക്കെ ഓരോരുത്തരെ ആ ഇരട്ടപ്പേരൊക്കെ വിളിക്കുമ്പോൾ എല്ലാ ഇരട്ടപ്പേരും ഇഷ്ടപ്പെടില്ല കേട്ടോ, നല്ല പേരെ വിളിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും, അവർക്കൊരു സ്നേഹം ഉണ്ടാവും. അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനൊക്കെ എല്ലാം നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല.
ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ, അയാൾ വിവാഹം കഴിഞ്ഞ് കമ്പനിയുടെ മാനേജർക്ക് എഴുതി, എൻ്റെ വിവാഹം കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ശമ്പളം കൂട്ടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി അദ്ദേഹത്തിന് കിട്ടിയത്, ഇവിടെ വെച്ചുള്ള അപകടങ്ങൾക്ക് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ, പുറമേ വെച്ച് നടക്കുന്ന ഒന്നിനും ഞങ്ങളൊന്നും കൊടുക്കുകയില്ലെന്ന്. അപ്പോൾ വിവാഹം ഒരു അപകടമായിട്ടാണ് അദ്ദേഹം കാണിച്ചത്, അതിന് നഷ്ടപരിഹാരമൊന്നുമില്ല. പിന്നെ അയാൾക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം അപ്പം നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും നമ്മുടെ ഡിമാൻഡുകൾ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പലതും അർപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അത് സ്വീകരിക്കാം, ചിലപ്പോൾ തിരസ്കരിക്കാം. എവിടെയായാലും നൈരാശ്യബോധമില്ലാതെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യൂണിറ്റുകളുടെ ഒരു പ്രാധാന്യം അതുതന്നെയാണ്. നമ്മുടെ ഇടയിൽ പലരും അല്പം ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും. അവരെ എല്ലാവരെയും മുൻനിരയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാധിക്കണം. അത് പത്രത്തിൽ കാണുന്ന പരസ്യമൊന്നും നമുക്ക് പറ്റില്ല. പത്രത്തിൽ കാണുന്ന പരസ്യം നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലൊരു വിസറിയുടെ പരസ്യം ഉണ്ടായിരുന്നു. ഈ വിസറി ഗ്യാരണ്ടി 100 കൊല്ലത്തെ ഗ്യാരണ്ടി എന്ന്, കേടാവില്ല എന്ന്. പക്ഷെ അത് പ്രവർത്തിക്കേണ്ട വിധം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിസറി നമ്മൾ വിടർത്തി നേരെ പിടിക്കുക, എന്നിട്ട് ഇതുകൊണ്ട് വീശരുത്, തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ. അപ്പോൾ ഈ വിസറിക്ക് വലിയ കേടൊന്നും ഉണ്ടാവില്ല, 100 കൊല്ലം അവിടെ ഇരുന്നോളും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ തെറ്റായ പരസ്യങ്ങൾ പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. അതൊക്കെ നോക്കി നമ്മൾ എഴുതി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കയ്യക്ഷരം നന്നാകാനായിട്ട് 500 രൂപ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരെണ്ണം വന്നു. അത് കഴിഞ്ഞ് അയാൾ 500 രൂപ അയച്ചു കൊടുത്തു. അതിൻ്റെ വല്ല മിഷനാണെന്ന് വിചാരിച്ച് കുറച്ച് നാൾ, ഒരു 2 മാസമായി കഴിയുമ്പോഴത്തേക്ക് ഒരു മറുപടി വീണ്ടും എഴുതി ഒരു മറുപടി വന്നു. ഇപ്പോൾ കയ്യക്ഷരം ഏതാണ്ട് നന്നായിട്ടുണ്ട്, 2 മാസം കൂടി എഴുതുക, കയ്യക്ഷരം നന്നാവുമെന്ന്. അപ്പോൾ എഴുതിയൊരു പരുവത്തിലായി. അപ്പോൾ ആ പരസ്യത്തിൽ ഒരർത്ഥവും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഒരു പരസ്യം വഴിയല്ല, നമ്മുടെ പ്രവർത്തനം വഴി നമ്മുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവരിക. യൂണിറ്റിൽ ചില യൂണിറ്റിലൊക്കെ ഒരിക്കലും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ വരുന്നവരുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ ഹാജര് നല്ല ഉയർന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ ആ സഹകരണം എന്നും നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അവിടേക്ക് നമുക്ക് ആവശ്യ സ്നേഹമാണ്. എല്ലാവരുമായിട്ട് യോജിച്ച് സ്നേഹമായിട്ടും പോകാൻ സാധിക്കണം. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക, അല്ലാതെ നമ്മുടെ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഒരു സ്ത്രീയെ പേപ്പട്ടി കടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ആശ്വസിപ്പിക്കാനായിട്ട് പലരും പോയി. ഒരു ദിവസം രാവിലെ അതിൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ വന്നപ്പോൾ അവരൊരു ഡയറി എഴുതിക്കൊണ്ടിരിക്കുക, കുറച്ച് പേരുടെ പേര്. അപ്പോൾ അത് കാര്യമായിട്ട് ചോദിച്ച്, എന്താ ചേച്ചി എഴുതണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരുപക്ഷെ പേ ഇളകിയാൽ ആരെയൊക്കെ കടിക്കണമെന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ശത്രുതയുള്ളവരുണ്ടല്ലോ പലരും. അപ്പോൾ ആ അവസാന നിമിഷം പോലും അവർ ചിന്തിച്ച് എന്താണ് ആ വൈരാഗ്യ മനസ്ഥിതി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള വൈരാഗ്യ മനസ്ഥിതി ഒന്നും അല്ല വേണ്ടത്. എല്ലാവരെയും നന്മയിലൂടെ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കുടുംബജീവിതവും കുടുംബ കൂട്ടായ്മയും എല്ലാം വളരെ മനോഹരമായിട്ട് തീർക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ മേരിമാതാ യൂണിറ്റ് നല്ല ഊർജ്ജസ്വലതയോടാണ് പ്രവർത്തിക്കുന്നത്. അത് കൂടുതൽ ചെയ്യുന്നതിന് അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന പ്രസംഗത്തിന് വികാരി അച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നിങ്ങളേവരെയും ഉദ്ഘാടനത്തിനായി തിരി തെളിക്കാനായി തിരിയുടെ സൈഡിലേക്ക് ക്ഷണിക്കുകയാണ്.
മേരിമാത യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട വികാരി അച്ഛനും മറ്റ് വിശിഷ്ടാതികൾക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ആൻസി ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഈ സുന്ദര സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നേർന്നുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, നമ്മുടെ ചെയർമാനും ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറമച്ച, നമ്മുടെ വിശുദ്ധ കുർബാന വഴി നമ്മളെ ധന്യരാക്കിയ ബഹുമാനപ്പെട്ട ലിജിനച്ച, നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സിയേട്ട, നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റിയും നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയുമായ ജോർജ് ഏട്ട, മേരിമാത യൂണിറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ദിനമാണ്. ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം നമ്മുടെ ഇടവകയിലെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും അതോടൊപ്പം ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. അനശ്വര സ്നേഹത്തിൻ്റെയും എളിമയുടെയും അനുസരണയുടെയും ഓർമ്മയുണർത്തുന്ന പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഗബ്രിയേൽ ദൂതൻ്റെ അഭിവാദനം കേട്ട് ആമേൻ പറഞ്ഞ അമ്മ ദൈവകൃപ നിറഞ്ഞവളായി. അമ്മയുടെ ആദ്യത്തെ പരസ്നേഹം ആരംഭിച്ചത് യേശു അമ്മയുടെ ഭവനത്തിലായിരുന്നു. പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കുക വഴി നമ്മളെ തന്നെയും മറ്റുള്ളവരെയും പരസ്പരം മനസ്സിലാക്കുവാനും ഓരോരുത്തരുടെ വിശദങ്ങളും കുറവുകളും മനസ്സിലാക്കി അവരെ മുമ്പോട്ട് നയിക്കുവാനും ഈ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനം വഴി സാധിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിലും സെഹിയോൻ ഊട്ടുശാലയിലെ പ്രാർത്ഥനയിലും കാൽവരിയിലും അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. കുരിശിന് ചുവട്ടിൽ നമുക്കായി മാതൃത്വം ഏറ്റെടുത്ത പരിശുദ്ധ അമ്മ തൻ്റെ സഹനങ്ങളുടെ അവസാനം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. ഈ മാസത്തിലെ നമ്മുടെ യൂണിറ്റിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കമാസം ആചരിക്കുന്നതിനാൽ എല്ലാ കുടുംബങ്ങളിലും വണക്കമാസ പ്രാർത്ഥന വഴി മാതാവിനോടുള്ള ഭക്തി സ്നേഹവും കൂടുതൽ ദൃഢമായി ഉറപ്പിക്കുവാൻ സാധിക്കും. കുടുംബ യൂണിറ്റുകളുടെ പരമപ്രധാനമായ ലക്ഷ്യം പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് വഴി ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തി കൂട്ടായ്മയിൽ വളരാൻ സഹായിക്കുക എന്നതാണ്. ഓരോ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളും പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരുവിധം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് എന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പല കുടുംബങ്ങളിലും മക്കൾ മൂലം വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ വളർച്ചയ്ക്ക് മാതാപിതാക്കളുടെ സഹനവും ത്യാഗവും എത്ര വലുതാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വലിയൊരു ദുഃഖമാണ് മക്കൾക്ക് ദൈവ ആശ്രയബോധം അല്ലെങ്കിൽ വിശ്വാസക്കുറവ്. അതിനെ നേടുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കൂട്ടായ്മകളിലെ പ്രവർത്തനത്തിൽ സജീവമാകാൻ പരിശ്രമിക്കുക വഴി നമുക്ക് ഒന്നു ചേർന്ന് നന്മയുടെ വഴിയെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കന്മാരെ വേണ്ട വിധം പരിചരിക്കുന്നതിലും അവരുടെ നിസ്സഹായ അവസ്ഥയിൽ വേണ്ട വിധം മനസ്സിലാക്കുന്നതിലും പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. മാതാവ് നമുക്ക് കാണിച്ചു തന്ന സഹനത്തിൻ്റെ മാതൃക നമുക്ക് സ്വായത്തമാക്കാം. സഭാപിതാവായിരുന്ന നമ്മുടെ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലൂടെയാണ്. തൻ്റെ ഏത് കർത്തവ്യങ്ങൾക്കും മുമ്പും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം താൻ തേടുമായിരുന്നുവെന്ന് പാപ്പ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിൽ മാതാവിനോടുള്ള പ്രാർത്ഥന എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് ചിന്തിക്കാം. തൻ്റെ മര്യഭക്തിയിലൂടെ ജീവിത വിജയം കണ്ടെത്തിയ മാർപ്പാപ്പയെ നമുക്ക് മാതൃകയാക്കാം. ആ ധന്യ മനസ്സിനെ നമുക്ക് ആദരവോടെ ഓർക്കുകയും ചെയ്യാം.
ഈ വാർഷികാഘോഷം നടത്തുവാൻ ഈ ഭവനത്തിൽ ഒത്തുചേർന്ന് ഇതിൻ്റെ വിജയത്തിനായി വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവരെയും ഒത്തിരി ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ഒത്തിരി ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇന്നിവിടെ ഇങ്ങനെയൊരു പൊതുയോഗവും വാർഷികാഘോഷവും നടത്തുവാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ വീട് നമുക്ക് സജ്ജമാക്കി തന്ന ബാബുച്ചേട്ടനും കുടുംബത്തിനും അഭിനന്ദനങ്ങളും നന്ദിയും ഒപ്പം അർപ്പിക്കുന്നു. അതുപോലെ പേരെടുത്ത് പറയുവാൻ സാധിക്കില്ല, ഒത്തിരി പേരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ കുടുംബ യൂണിറ്റ് വാർഷികം ഇതേ രീതിയിൽ ഇവിടെ നടത്തുവാൻ സാധിച്ചത്. എല്ലാ കുടുംബ യൂണിറ്റ് അംഗങ്ങളെയും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടും അഭിനന്ദിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി പുറമേ പറയുന്നത് കൊണ്ട് നന്ദിയുടെ വാക്കുകൾ ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സുദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. താങ്ക് യു ആൻസി ജോസഫ്. അടുത്തതായി ആശംസാ പ്രസംഗമാണ്. ആദ്യമായി നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറച്ചൻ, ബഹുമാനപ്പെട്ട ലിജിനച്ചൻ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ആൻസി ജോസഫ്, നമ്മുടെ ഇടവക ട്രസ്റ്റിയും ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ ജോർജ് ജോസഫ്, മറ്റ് യൂണിറ്റിൽ നിന്നും എത്തിയിരിക്കുന്ന യൂണിറ്റിലെ നേതാക്കന്മാരെ, ഈ മേരിമാതാ കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഊഷ്മളമായി ഞാൻ നേരുകയാണ്. മേരിമാതാ കുടുംബ യൂണിറ്റ് ഇടവകയിൽ പ്രവർത്തിക്കുന്ന കുടുംബ യൂണിറ്റുകളിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബ യൂണിറ്റാണ്. ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ഭാഗ്യവും ഒരു സന്തോഷവും തരുന്ന ഒരു കാര്യമായി ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. ഈ കുടുംബ യൂണിറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പ്രത്യേകത ഞാൻ എൻ്റെ ഒരു വാല്യുവേഷനിലുണ്ട്. ഒന്ന്, ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ട്. പുരുഷന്മാരുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും സജീവ പങ്കാളിത്തം കിട്ടാറുണ്ട്. അതൊരു കാര്യം. മറ്റ് യൂണിറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ യൂണിറ്റിലെ ഭാരവാഹികൾ ആരാന്നുള്ളത് നോക്കാതെ കലവറയില്ലാത്ത പിന്തുണ ഈ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് കുടുംബാംഗങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് യൂണിറ്റിൻ്റെ പ്രവർത്തനം നന്നായിട്ട് പോകുന്നതിന് ഒരു മുതൽക്കൂട്ടാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പലപ്പോഴും സംഭവിക്കുന്നത് യൂണിറ്റ് ഭാരവാഹികൾ ആ സ്ഥാനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു പതിവ് ഉണ്ട്, പല യൂണിറ്റിലുമുണ്ട്. പക്ഷേ ഇവിടെ ആര് ഭാരവാഹിയായാലും യൂണിറ്റ് അംഗങ്ങളുടെ ആയിരിക്കും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റോടു കൂടിയാണ് യൂണിറ്റിൻ്റെ പ്രവർത്തനം പോകുന്നത്. അതൊരു വലിയ നേട്ടം തന്നെയാണ് യൂണിറ്റ് പ്രവർത്തനം. അപ്പോൾ ഭാരവാഹി ആകുന്നതിന് ആരാണേലും അതൊരു തടസ്സമല്ല, പ്രവർത്തനത്തിന് അത് തടസ്സമല്ല. യൂണിറ്റ് അംഗങ്ങൾ തീരുമാനിക്കും. അവർ ഭാരവാഹികളുടെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതവർ നികത്തും. അപ്പോൾ അങ്ങനെ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത്. മറ്റ് പല കാര്യങ്ങളുണ്ട്. യൂണിറ്റ് അംഗങ്ങൾ ഈ യൂണിറ്റ് ഇപ്പോൾ തുടക്കം തൊട്ട് ആ യൂണിറ്റിൻ്റെ നമ്മൾ ഈ യൂണിറ്റ് ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു തുടക്കം തൊട്ട് പോന്നിരുന്നത്. ആ ഒരു സ്പിരിറ്റോടുകൂടി പരസ്പരം സഹകരിച്ച് പരസ്പരം എന്ത് വേണേലും ആർക്ക് ആ യൂണിറ്റ് അംഗങ്ങൾക്കോ പരിസരത്തുള്ളവർക്കൊക്കെ എന്ത് സഹായമാണെങ്കിലും യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്തു പോകുന്ന ഒരു ചരിത്രം ഇവർക്കുണ്ട്. മേരിമാതാ യൂണിറ്റിനുണ്ട്. അതൊക്കെ എല്ലാം കൊണ്ട് ഇപ്പോഴും ആ യൂണിറ്റിൻ്റെ ആ യൂണിറ്റിൻ്റെ പ്രശസ്തിയിൽ തന്നെ ഇപ്പോഴും പോകുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് നമുക്ക് അക്കരെ പോകണമെങ്കിൽ ഇവിടെ ഒരു കടത്തുണ്ടായിരുന്നു. ആ കടത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പരസ്പരം സഹവർത്തിത്തോടുകൂടി പോകുമായിരുന്നു. ആ ഒരു കാലം മാറി. ഇപ്പം കടത്ത് മാറി പാലം വന്നു. അപ്പോൾ ആ പാലം വന്നെങ്കിലും ആ പഴയ സാഹചര്യത്തിൻ്റെ വിള്ളൽ വരാതെ നോക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം
ഈ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ലോഗോസ് ക്വിസിൻ്റെ പ്രോത്സാഹനാർത്ഥം കൊടുക്കുന്ന സമ്മാനം ഈ അവസരത്തിൽ അത് കൊടുക്കുന്നതാണ് എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ജോസ് അലക്സ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ലിജിൻ ചക്കനാട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസ് അച്ഛ, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോസ് അലക്സ് സാർ, ആനി ചേച്ചി, കൈക്കാരൻ ജോർജ് ഏട്ടൻ, എൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട്, നിങ്ങളുടെ കൂടെ വരാനും കുർബാന അർപ്പിക്കാനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് ഒരു 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നതും നാട്ടിൽ വന്ന് അവധിക്ക് ഇതേപോലെയുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും 6 വർഷങ്ങൾക്ക് ശേഷം. 9 കൊറ്റമത്തായിരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത്. ഞാൻ ആത്മാർത്ഥതയോടെയും എനിക്കൊരു സന്തോഷത്തോടെ ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ സെമിനാരിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സെമിനാരിയൊക്കെ വിട്ടു പോന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെ പിടിച്ച് യൂണിറ്റിൻ്റെ സെക്രട്ടറി ആക്കിയിട്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. യൂണിറ്റിൽ പോകാനും ഈവൻ സെക്രട്ടറിക്ക് ഇങ്ങനെ റിപ്പോർട്ടൊക്കെ എഴുതണം, പിന്നെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കണം, പിന്നെ അത് അവതരിപ്പിക്കണം, നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം. ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയതാണ് ഞാൻ. ഒരു 3 വർഷം 4 വർഷത്തോളം 3 വർഷത്തോളം എങ്കിലും ആ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു, സെൻറ്റ് ജോസഫ് യൂണിറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും ഞാൻ തിരിച്ചു പോയിട്ട് സെമിനാരിയിൽ വീണ്ടും റീജോയിൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ വൈദിക പഠനമൊക്കെ നടന്നത്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്പോൾ ജോസ് സാറ് പറഞ്ഞ പോലെ ഒരു മാറി നിൽക്കാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ദിവസങ്ങളിൽ കാണുന്നതാണ്. പല യൂണിറ്റുകളിലും അവരിങ്ങനെ ഓരോരോ ചർച്ചയ്ക്ക് നടക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും പിന്മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മേരിമാത യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ സെക്രട്ടറി വായിച്ച ആ ഒരു റിപ്പോർട്ട് കേൾക്കുമായിരുന്നു. എന്തോരം കാര്യങ്ങളാണ്, യാത്ര, അതുപോലെ തന്നെ കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, പള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓണാഘോഷം, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഈ യൂണിറ്റിൽ നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു യൂണിറ്റ് വളരെ ആക്റ്റീവായെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആക്റ്റീവായിട്ട് യൂണിറ്റിൻ്റെ എല്ലാവരും ഒരുപോലെ നിന്നാലേ ഉള്ളൂ അത് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷം നിങ്ങളുടെ കൂടെ ആയിരിക്കാനും ഈ യൂണിറ്റിൻ്റെ മുന്നോട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളിലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി മാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി എടുത്തു പറയുന്നൊരു കാര്യം, ബാബുച്ചേട്ടന് 35ാമത്തെ വിവാഹ വാർഷികം ആഘോഷിച്ചു. ഏതായാലും കുർബാന കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആശംസയും നേർന്നുകൊള്ളുന്നു. അദ്ദേഹം ഏതാണ്ട് 60ാമത്തെ വയസ്സാണ് ഇപ്പോൾ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. ആ ഒരു അവസരത്തിൽ ബാബുച്ചേട്ടനെയും കുടുംബത്തിനെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. വിളിച്ചതിനും ക്ഷണിച്ചതിനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി ലിജിൻ അച്ഛ. അടുത്തതായി നമ്മൾ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യമായി തന്നെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ വികാരി അച്ഛനെ സമ്മാനദാനം നൽകുകയാണ്. അതിനായി യൂണിറ്റ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഒരുമിച്ച് ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ യൂണിറ്റിൽ ഈ വർഷം 25ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന 2 പേരുണ്ട്. നോബിൾ ആൻഡ് ലിൻഡ. 2 പേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് സമ്മാനം നൽകുവാനായി വികാരി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നോബിൾ ആൻഡ് ലിൻഡ 2 പേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാണ്.
എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു കയ്യടി നൽകാം. ഇവർ കേക്ക് മുറിക്കുമ്പോൾ അവർ മധുരം പകരുന്നതിന് വേണ്ടി അവിടെ ലഡു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോനും കൂടി മുമ്പിട്ടുവാ. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ലഡു നമ്മുടെ സ്പോട്ടിൽ എത്തുന്നതായിരിക്കും. Congratulations, Mrs. Linda and Mr. Noble. അടുത്തതായി സ്കൗട്ട് ആൻഡ് ഗൈഡിന് ദീർഘകാലത്തെ സേവനത്തിന് സംസ്ഥാന തലത്തിൽ സമ്മാനാർഹനായ ജോസ് സാറിനെ അഭിനന്ദിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനം നൽകുന്നതിനായി ലിജിൻ അച്ഛനെ ക്ഷണിക്കുന്നു. അടുത്തതായി ലോഗോസ് ക്വിസിന് നമ്മുടെ യൂണിറ്റിൽ നിന്നും ഇടവക തലത്തിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ 4 പേരുണ്ട്. അവർക്ക് സമ്മാനം നൽകുന്നതിനായി വികാരി അച്ഛനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി മേഴ്സി ബാബു ചിറയിൽ, നല്ലൊരു കയ്യടി നൽകാം. ആൻസി ജോസഫ് ചെറിയവിളി, അനീഷ ജോബി മനത്താനത്ത്, ലോഗോസ് ക്വിസിൻ്റെ സെൻട്രൽ കമ്മിറ്റി വകയുള്ള സമ്മാനം അത് 60 മാർക്കിൽ കൂടുതലുള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്പം മേഴ്സി ജോർജ് ചിറയിൽ. ഒരാൾ കൂടിയുണ്ട്, ലിജിൻ കാഞ്ഞാനപ്പള്ളി. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നുള്ള സമ്മാനം മേഴ്സി ജോർജിന് കൊടുത്തു കഴിഞ്ഞു. നല്ലൊരു കയ്യടി നൽകാം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങുകളിൽ നടക്കാറുള്ള ബൈബിൾ ക്വിസിന് കൂടി സമ്മാനാർഹമായ 3 പേരുണ്ട്. ആൻസി ജോസഫ് ചെറിയവിളി. ഇവർക്ക് സമ്മാനം നൽകുവാനായി വൈസ് ചെയർമാനെ ക്ഷണിക്കുകയാണ്. ഒപ്പം മേഴ്സി ബാബു ചിറയിൽ, അനീഷ ജോബി മനത്താനത്ത്. സമ്മാനദാനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി കൃതജ്ഞതയ്ക്കായി ജോയിന്റ് സെക്രട്ടറി അനീഷ ജോബി മനത്താനത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട ലിജിൻ ചക്കനാട്ടച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വൈസ് ചെയർമാൻ അലക്സ് ജോസിയേട്ട, അധ്യക്ഷ ആൻസി ചേച്ചി, സെക്രട്ടറി ജോർജിയേട്ട, മറ്റ് യൂണിറ്റുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേരി മാതാ കുടുംബാംഗങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഏക മനസ്സോടി ഒരുമിച്ച് കൂടി തനിക്കുള്ളതെല്ലാം അവരിൻ്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെന്ന്. ആ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മുടെ കുടുംബ യൂണിറ്റ്. ക്രിസ്തുവിനോടൊപ്പം നമുക്കും ഏക മനസ്സോടെ ഒന്നു ചേരാം. നൊമ്പരത്തിൻ്റെയും വേദനയുടെയും കാസ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. നമ്മുടെ കുടുംബ യൂണിറ്റ് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദീപമായി തെളിഞ്ഞു നിൽക്കുവാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുവാൻ ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ആത്മീയ ഗുരുവും ചെയർമാനും വികാരിയുമായ ജോസച്ചന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകാംഗവും വിശുദ്ധ കുർബാനയിലൂടെയും ആശംസയിലൂടെയും ഞങ്ങളെ ധന്യമാക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ലിജിൻ അച്ഛന് എൻ്റെ ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ദിവ്യബലിയിൽ നമ്മെ സഹായിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മദറിനും സിസ്റ്റേഴ്സിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ യൂണിറ്റുകളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന വൈസ് ചെയർമാൻ ജോസ് ചേട്ടന് എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. യൂണിറ്റിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങളെ ഓരോ കാര്യത്തിനും സഹായിച്ചു കൊണ്ടിരിക്കുന്ന യൂണിറ്റ് പ്രസിഡൻറ്റും അധ്യക്ഷയുമായ ആൻസിസ് ചേച്ചിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജെയ്സ് ചേട്ടന് നന്ദി അറിയിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറി ജോർജ് ചേട്ടന് നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കൈക്കാരന്മാർ ജോൺ ചേട്ടൻ, ജോർജ് ചേട്ടനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ദിവ്യബലിയിൽ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കപ്പ്യാർ ബിജു, അൾത്താര ബാലന്മാർ എന്നിവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങളിലൂടെ ദിവ്യബലി ഭക്തിസാന്ദ്രമാക്കിയ ഗായകർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ക്ഷണം സ്വീകരിച്ച് മറ്റ് യൂണിറ്റിൽ നിന്ന് വന്നവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. വാർഷികം നടത്തുന്നതിനായി ഈ ഭവനം ഒരുക്കി തന്ന ബാബു ചേട്ടനും കുടുംബത്തിനും ഹൃദ്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഇവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ പോകുന്ന കലാകാരികൾക്കും കലാകാരന്മാർക്കും നന്ദി പറയുന്നു. അവരെ പരിശീലിപ്പിക്കുവാൻ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബു ചേട്ടൻ, ആരിൽ, അമല, അനിറ്റ, ബിനിറ്റ എന്നിവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കി തന്ന കൃഷ്ണ വോയിസ് ദിബു ചേട്ടനും നന്ദി അറിയിക്കുന്നു. സ്റ്റേജ് ഒരുക്കി തന്ന വിജയൻ ചേട്ടന് നന്ദി അറിയിക്കുന്നു. മേക്കപ്പ് മാൻ ജയൻ ചേരാനെല്ലിന് നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൊതുസമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങി